ടൂറ് പോകുന്നു, തിന്നാനും സിനിമ കാണാനും പൊടിക്കുന്നു, ഇടയ്ക്ക് വണ്ടികൾ എടുക്കാറുണ്ട്. ഈ കേസിന് നല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. അതിനെ ഇത്ര വേദന അനുഭവിക്കണമായിരുന്നു. കുഞ്ഞിന്റെ കൂടെ നിൽക്കുകയും ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഓടേണ്ടി വരില്ലായിരുന്നു. മൃദുലയ്ക്ക് അതൊരു ആശ്വാസമായേനെ ഈ സമയത്ത്. ഓക്കെ, ഇതിനകത്തൊന്ന് ഞാൻ രണ്ട് പെർസ്പെക്റ്റീവ് പറയാം. അതായത് ഈ ചേച്ചി ഭയങ്കര കെയറിങ്ങോട് കൂടി തന്നെയാണ് ഈ ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ മോശം എന്താ പേര് ഞാൻ വേണ്ട പറയുന്നില്ല. അവർ ആ ഒരു കെയർ കൊടുത്തിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അവർ ചെയ്ത തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതായത് ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ പ്രവീൺ ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് അവരുടെ കൂടെ കുഞ്ഞിന്റെ കൂടെ ഒന്നും അകത്തൊന്നും കിടക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ആശുപത്രി ആണല്ലോ, അപ്പൊ അകത്തൊന്നും അവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കേസൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അവരുടെ കൂടെ അകത്തിരിക്കണമെന്നുണ്ട്, എനിക്ക് അകത്തുണ്ടായിരുന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പ്രവീൺ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ചേച്ചി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. പക്ഷെ ചേച്ചി ഇതിനകത്ത് വേറൊരു സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാശുണ്ടതും അല്ലെങ്കിൽ അവർ ടൂർ പോകുന്നതും അവർ പുറത്തുനിന്ന് കഴിക്കുന്നതും സിനിമയ്ക്ക് പോകുന്നതും ഇതിനൊക്കെ അവരുടെ കാശുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രിയിലും കൊണ്ടുപോകാം. അവർ ചിലപ്പം കുറച്ചുകൂടെ കംഫർട്ട്, അല്ലെങ്കിൽ അവര് മൃദുല തന്നെ പറയുന്നത് കേട്ടു, അവിടെ ഈ SIT വരെ വരാതെ വീടിന്റെ അടുത്തുള്ള താലൂക്ക് ആശുപത്രി കിട്ടിയതിന് കുറച്ചുകൂടെ കംഫർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുക ആ കുട്ടി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. ചിലപ്പോൾ അവരത് ഉദ്ദേശിച്ചിട്ടാണോ നമുക്ക് അറിയത്തില്ല. വേദന അത് എനിക്കിപ്പം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം പ്രസവ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, ഇല്ലേ? ഞാൻ ആ ഒരു സാധനത്തിനെ പറ്റി സംസാരിക്കാനേ വരുന്നില്ല. അത് എനിക്ക് പറയാൻ യാതൊരു അവകാശവും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് സ്ത്രീകൾക്ക് മാത്രമേ പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരാ പറഞ്ഞതിനോട് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് തിരസ്കരിക്കുന്നില്ല. പക്ഷെ അവർക്ക് കാശുണ്ടായിരുന്നതുകൊണ്ട് എന്തുകൊണ്ട് നീ ഭാര്യയെ കൊണ്ടുപോയില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ മോശമാണ്. അത് അവരുടെ ഇഷ്ടമാണ്. പേഴ്സണലി ഇൻറ്റീരിയർ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു കാരണം കൂടെ ഉണ്ടായിരിക്കാൻ ചേച്ചി, അതുകൂടെ മനസ്സിലാക്കുക. വേറൊരാൾ വിട്ടിട്ടുണ്ട് അത് തന്നെ, യു ആർ സിറ്റിംഗ് ഔട്ട്സൈഡ് വിത്ത് ഇൻസൈഡ് Mrudula is struggling from pain. You will be wasting all the money by enjoying with your family and by going tour. All this lonely can save it and take Mrudu to good hospital. Like, dude, ada peranda Arvin Tony. So, bro, how can you say that they are wasting all money by enjoying? Huh? Don't say like that. Enjoy ചെയ്യുന്നത് മണി വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കാൻ വേണ്ടിയാണ് കാശ് നമ്മൾ മുടക്കുന്നത്. അതിനെ ഒരിക്കലും ഒരു വേസ്റ്റ് ആയിട്ട് കാണരുത്. അവര് ടൂറ് പോകുന്നതും അതൊക്കെ അവരുടെ എൻജോയ്മെന്റിന് വേണ്ടി വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ഇത് എൻജോയ്മെന്റ് അല്ല, ഇത് അവരുടെ ജീവിതമാണ്. അവർക്ക് അറിഞ്ഞുകൂടെ അവർക്ക് ഇതിനകത്തോട് കൂടുതൽ വേണമെങ്കിൽ പൈസ ഇട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ? ചെയ്യാത്തതിന് എന്തെങ്കിലും ഒരു കാര്യം കാണില്ലേ? നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? പ്രത്യേകിച്ച് ഞാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആരൊക്കെ ഇനിയിപ്പോ എന്നെ തെറി പറഞ്ഞെന്ന് പറഞ്ഞാലും, കാരണം നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഇവരെ മാത്രമല്ല, ഇവരെ പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിനോട് ഗവൺമെന്റ് ആശുപത്രി, നമ്മളെല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിൽ പോകണം. കാരണം നമ്മൾ പോയെങ്കിൽ മാത്രമേ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കത്തുള്ളൂ. നമ്മൾ ടാക്സും കോപ്പും ഒക്കെ കൊടുക്കുന്നതല്ലേ എന്റെ ജനങ്ങളെ, നമുക്ക് ഇവിടുത്തെ സർക്കാർ ചെയ്തു തരണ്ടല്ലേ ഇതൊക്കെ. നിങ്ങൾ എന്താ അതൊന്നും മനസ്സിലാക്കാത്തേ? ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരണം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ. അതിന് നമ്മൾ ഇങ്ങനെ പോയി നിൽക്കണം, കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. ഓട്ടമാണ്, എനിക്ക് മനസ്സിലാവും. നല്ല ഓട്ടോ അവിടെ ഇവിടെ കിടന്നു. മറ്റേ ഗവൺമെന്റ് പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ കാശം കൊണ്ട് കൊടുത്താൽ മതി, എല്ലാം നമ്മൾ ഇരിക്കുന്നോടത്ത് കിട്ടും. ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കുന്നു, നമ്മുടെ അവകാശമാണ്. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ഇപ്പൊ ഈ ഇതിനകത്ത് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ചേച്ചിയോടും എല്ലാമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ അവകാശമാണ് സർക്കാർ ആശുപത്രി. അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ, കുറേ എന്താണ് ഇവരുടെ ഈ ഒരു വീഡിയോ മനസ്സിലാക്കാത്തതിന് ഈ കാണുന്നതൊന്നുമല്ല സത്യമെന്ന്. എന്താ ക്യാമറയ്ക്ക് ബാക്കിലുള്ളതാണ് റിയൽ ലൈഫ്. സത്യം അത് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ക്യാമറ